എല്ലാവർക്കും നമസ്കാരം. എല്ലാവരും സന്തോഷമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. ഞങ്ങളും സന്തോഷമായിട്ടിരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ എന്റെ വീഡിയോ എന്ന് പറയുന്നത് കുറച്ച് നാളായിട്ട് കുറെ പേര് എന്നോട് ചെയ്യാവോ എന്ന് ചോദിക്കുന്ന ഒരു വീഡിയോ ആണ്. നമ്മുടെ ഡാർക്ക് അണ്ടർ ഐ സർക്കിളും അതുപോലെ തന്നെ ഐയുടെ പഫ്നെസ് ഒക്കെ മാറാനായിട്ട് ഒരു വീഡിയോ ചെയ്ത് തരാവോ എന്നുള്ളത്. അപ്പോൾ ഇന്ന് ആ ഒരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു. നമുക്കറിയാം ഇന്നത്തെ കാലത്ത് ഒരു കോമൺ ആയിട്ടുള്ള ഒരു കാര്യമായിട്ട് മാറിയിരിക്കുകയാണ് നമ്മുടെ ഐയുടെ ചുറ്റിനുമുള്ള കറുപ്പും അതുപോലെ തന്നെ ഐയുടെ പഫ്നെസ്സും ഒക്കെ. നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്നാന്ന് ചോദിച്ചാല് നമുക്ക് പല അസുഖങ്ങൾ കാരണം കണ്ണിന് ചുറ്റും കറുപ്പും അതുപോലെ തന്നെ ഐയുടെ ചുറ്റിനും ഐയുടെ ഈ താഴെവശത്ത് പഫ്നെസ്സും ഒക്കെ ഉണ്ടാവാറുണ്ട്. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങൾ മാറ്റണമെങ്കിൽ നമ്മൾ അതിന്റെ മെഡിക്കൽ ട്രീറ്റ്മെന്റ് എടുത്താൽ മാത്രമേ സാധിക്കത്തുള്ളൂ. അല്ലാതെ നമുക്ക് വരുന്ന അണ്ടർ ഐ ഡാർക്ക് സർക്കിളും അതുപോലെ തന്നെ പഫ്നെസ്സും ഒക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് സ്ട്രെസ് കൊണ്ടുവരാം, അല്ലെങ്കിൽ പിന്നെ നമുക്ക് ഉറക്കമില്ലായ്മ കൊണ്ടുവരാം, അല്ലെങ്കിൽ കുറെ നേരം നമ്മൾ ഒരുപാട് നേരം നമ്മൾ മൊബൈൽ ഉപയോഗിക്കുക, അല്ലെങ്കിൽ ലാപ്ടോപ്പ് ഉപയോഗിക്കുക, കമ്പ്യൂട്ടർ ഉപയോഗിക്കുക, അതിന്റെയൊക്കെ ഭാഗമായിട്ട് വരാം. അല്ലെങ്കിൽ നമ്മൾ പുറത്തു പോകുന്ന സമയത്ത് നമുക്ക് വെയിലേറ് കൂടുതൽ അടിക്കുന്നത് കൊണ്ടും ഒക്കെ നമുക്ക് വരാം. അപ്പോ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് നമുക്ക് വീട്ടിലെ ഹോം റെമഡി കൊണ്ട് മാറ്റാനായിട്ട് പറ്റണത്. വീട്ടിൽ നമുക്ക് ഈസി ആയിട്ട് അവൈലബിൾ ആയിട്ടുള്ള സാധനങ്ങൾ വെച്ചിട്ട് ചെയ്യാനായിട്ട് കുറച്ച് ഹോം റെമഡീസ് ഞാൻ പറഞ്ഞുതരാം. ആദ്യം തന്നെ നമുക്ക് വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റിയ ഒരു കാര്യം ഞാൻ പറഞ്ഞുതരാം. അതിന് നമുക്ക് വേണ്ടിയത് 2 സ്പൂണാണ്. അപ്പൊ ഈ സ്പൂണ് നമ്മൾ നന്നായിട്ട് വാഷ് ചെയ്തതിന് ശേഷം നമ്മൾ ഇതൊന്ന് ഫ്രിഡ്ജിൽ വെക്കുക. അപ്പൊ ഫ്രിഡ്ജിൽ വെക്കുമ്പോൾ നന്നായിട്ട് ഒരു പാത്രം നന്നായിട്ട് ക്ലീൻ ചെയ്തിട്ട് ആ പാത്രത്തിൽ വെക്കാനായിട്ട് ശ്രദ്ധിക്കുക. ആ പാത്രത്തിൽ വെച്ചതിന് ശേഷം ഇത് നന്നായിട്ട് തണുത്ത് കഴിയുമ്പോൾ നമ്മൾ നമ്മുടെ കണ്ണിന് ചുറ്റും ഇങ്ങനെ നന്നായിട്ട് ഇങ്ങനെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. കാരണം ഒരു കോൾഡ് കംപ്രഷൻ നമ്മുടെ കണ്ണിന് ചുറ്റും കൊടുക്കുന്നത് നമ്മുടെ കണ്ണിന്റെ പഫ്നെസ് കുറയ്ക്കാനും അതുപോലെ തന്നെ ഡാർക്ക്നെസ് കുറയ്ക്കാനും ഒക്കെ വളരെയധികം നമ്മളെ സഹായിക്കും. അപ്പൊ രണ്ടാമത്തെ വഴി എന്ന് പറയുന്നത് ഗ്രീൻ ടീ ബാഗാണ്. അപ്പോൾ ഗ്രീൻ ടീ കണ്ടോ, ഇതാണ് ഗ്രീൻ ടീ. ഇതിനകത്ത് ബാഗുണ്ട്. അപ്പോ ഇത് നമ്മള് ചായ കുടിച്ചതിന് ശേഷം ഇതിന്റെ ഈ ബാഗ് നമ്മൾ ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചതിന് ശേഷം അത് നമുക്ക് ഇങ്ങനെ അപ്ലൈ ചെയ്യാം. ഇനിയിപ്പോ നിങ്ങൾക്ക് ഗ്രീൻ ടീ ബാഗ് ഇല്ല എന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല. നമ്മുടെ കട്ടൻ ചായ തിളപ്പിച്ചതിന് ശേഷം അതിന്റെ പൗഡർ നമ്മൾ ഒരു നല്ല ക്ലീൻ ആയിട്ടുള്ള തുണിയിൽ കെട്ടി ഇതുപോലെ ഒരു നല്ല ക്ലീൻ ആയ ബൗളിൽ ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചതിന് ശേഷം അതും നമുക്ക് കണ്ണിന്റെ ചുറ്റിനും വെച്ച് കൊടുക്കുന്നത് കണ്ണിന്റെ പഫ്നെസ് കുറയ്ക്കാനും അതിന്റെ ചുറ്റിനുമുള്ള ഡാർക്ക് കളറൊക്കെ മാറാനായിട്ടും വളരെയധികം നമ്മളെ സഹായിക്കും. അടുത്ത രീതി എന്ന് പറയുന്നത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമായിരിക്കും എല്ലാവരുടെയും വീട്ടിൽ, പക്ഷെ എല്ലാവർക്കും ചെയ്യാനായിട്ടുള്ള മടി കൊണ്ടായിരിക്കും. ഇതൊന്നും ചെയ്യാനായിട്ട് നമുക്ക് ഒരുപാട് സമയം വേണ്ട. നമ്മൾ നമ്മുടെ കിച്ചണിൽ ജോലി ചെയ്യണ സമയത്തോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ജോലികൾ ചെയ്യണ സമയത്തോ നമുക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ് ഇത്. കുക്കുംബർ കത്തി കൊണ്ട് ഒരു പീസ് അങ്ങ് കട്ട് ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യുക, ഇത് കണ്ട ഇത് ജസ്റ്റ് ഇങ്ങനെ സ്ക്വീസ് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഇത് കയ്യിലേക്ക് വരും. ഇത് കണ്ടോ, ഇതിന്റെ നീര് നമുക്ക് കയ്യിലേക്ക് കണ്ടോ ഡ്രോപ്പ് ആയിട്ട് നമ്മുടെ കയ്യിലേക്ക് അതിന്റെ നീര് വരും. ഇത്രയും പരിപാടിയുള്ളൂ. നമ്മൾ ജോലി ചെയ്യുന്നതിനിടയ്ക്ക് നമുക്ക് ഇത് ഇങ്ങനെ എടുത്തതിന് ശേഷം നമ്മുടെ കണ്ണിന് ചുറ്റും ഇങ്ങനെ പരട്ടി കൊടുക്കാം. കണ്ണിന് ചുറ്റും നന്നായിട്ട് ഇങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുക്കാം. അപ്പൊ നമുക്കറിയാം ഇത് ഇത്രയും നോർമൽ ആയിട്ടുള്ള വാട്ടർ ആയതുകൊണ്ട് തന്നെ ഇത് പെട്ടെന്ന് അങ്ങ് ഡ്രൈ ആയി പോകും. അപ്പൊ നമ്മൾ ഒരു പാത്രത്തിൽ ഇങ്ങനെ യൂസ് ചെയ്ത് വെച്ചേക്കുവാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു അരമണിക്കൂർ നേരത്തേക്ക് ഇടവിട്ട് ഇത് കുറച്ചൊന്ന് ഡ്രൈ ആകുന്നതിനനുസരിച്ച് ഒന്ന് പരട്ടി കൊടുത്ത് ഒരു അരമണിക്കൂർ നേരം ഒന്ന് വെയിറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് കഴുകി കളയുവാണെന്നുണ്ടെങ്കിൽ ഇനി കണ്ണിന്റെ ചുറ്റിന് കറുപ്പില്ലാത്തവരാണെങ്കിലും പഫ്നെസ് ഒന്നും ഇല്ലാത്തവരാണെങ്കിലും ഇത് പരട്ടണത് നമ്മുടെ കണ്ണിന്റെ ആരോഗ്യത്തിന് ഇത് വളരെ നല്ലതാണ്. ചുറ്റിനും ഇടയ്ക്ക് പരട്ടി കൊടുക്കുന്നത്. ഇല്ലെങ്കിൽ ചെറുതായിട്ട് നമുക്കിങ്ങനെ സ്ലൈസ് ആയിട്ട് ഇങ്ങനെ നേർത്ത സ്ലൈസ് ആയിട്ട് കട്ട് ചെയ്തതിന് ശേഷം ഇങ്ങനെ നേരത്തെ സ്ലൈസ് ആയിട്ട് കട്ട് ചെയ്തതിന് ശേഷം അതിങ്ങനെ കണ്ണിന്റെ മുകളിൽ വെച്ചുകൊണ്ട് കടന്നുറങ്ങിയാലും മതി. അപ്പൊ അതിനും നല്ലത് നമുക്ക് നീര് പിഴിഞ്ഞെടുത്തിട്ട് ചുറ്റിനും പരട്ടി വെക്കണതായിരിക്കും. പരട്ടി കുറച്ചു നേരം അപ്പൊ നമുക്ക് ചെയ്യാലോ, നമുക്ക് ജോലി ചെയ്യുന്നതിന് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇടപെട്ട് ചെയ്താലും മതി. അപ്പോ ഇതിൽ ഏതെങ്കിലും ഒരു വശത്ത് ചെയ്യുക. അതുപോലെ തന്നെ കുക്കുംബർ നമ്മൾ കഴിക്കണതും നമ്മുടെ ആരോഗ്യത്തിനും വളരെ നല്ലതാണ്, അതുപോലെ നമ്മുടെ ബ്യൂട്ടിക്കും വളരെ നല്ലതാണ്. അപ്പൊ ഇനി അടുത്തതെന്ന് പറയുന്നത് ഇതിലും എളുപ്പമുള്ള ഒരു കാര്യമാണ്. ആരുടെ വീട്ടിലും ഇല്ലാതിരിക്കത്തില്ല, നമ്മുടെ എല്ലാവരുടെയും വീട്ടിൽ ഉള്ള ഒരു കാര്യമാണ് വെളിച്ചെണ്ണ.
അത് നമ്മുടെ കണ്ണിന്റെ കറുപ്പ് മാറ്റാനും അതുപോലെ പഫ്നെസ് മാറ്റാനും ഒക്കെ നല്ലതാണ്. അപ്പോൾ നമ്മൾ വെളിച്ചെണ്ണ ഉപയോഗിക്കുന്ന സമയത്ത് ഒന്നെങ്കിൽ നമ്മളിപ്പോ കറി വെക്കാനായിട്ട് തേങ്ങ ചിരണ്ടൂല. അപ്പൊ തേങ്ങ ചിരണ്ടണ സമയത്ത് നമുക്ക് തേങ്ങാ പാലും വളരെ നല്ലതാണ്. നമ്മൾ ചിരണ്ടണതിൽ നിന്ന് ഒരു പിടി ഇങ്ങ് വാരിയിട്ട് യൂസ് ചെയ്താൽ ഇതുപോലെ എന്ത് കിട്ടും, ഒരു 3-4 ഡ്രോപ്പ് നമുക്ക് തേങ്ങാ പാല് കിട്ടും. ആ പാല് നമുക്ക് കണ്ണിന്റെ ചുറ്റിനും ഇങ്ങനെ അടിയിലും മുകളിലും ഒക്കെ ആയിട്ട് കണ്ണിന് ചുറ്റും നമുക്ക് പരട്ടി വെക്കാം. ഇല്ലെന്നുണ്ടെങ്കിൽ ഒരു 2 തേങ്ങ വാങ്ങിച്ച് അങ്ങ് ചിരണ്ടി അതൊന്ന് ശകലം വെള്ളം ചേർത്ത് അടിച്ച് ഫ്രിഡ്ജിലൊന്ന് വെച്ചേക്കുവാണെങ്കിൽ 2 ദിവസം കഴിയുമ്പോൾ അതിങ്ങനെ പൊക്കത്തിൽ അതിന്റെ തേങ്ങയുടെ പാലും അടിയിൽ വെള്ളം ഒക്കെ ആയിട്ട് കിടക്കും. അപ്പൊ നമുക്ക് അതെടുത്ത് നമുക്ക് ഉരുക്ക് വെളിച്ചെണ്ണ ഉണ്ടാക്കി വെക്കുവാണെങ്കിൽ നമുക്ക് ഉപയോഗിക്കാം. ഇനി ഒന്നുമില്ലെങ്കിൽ നിങ്ങൾ ആട്ടണ വെളിച്ചെണ്ണ, നല്ല വെളിച്ചെണ്ണ ഉപയോഗിക്കാനായിട്ട് ശ്രദ്ധിക്കുക. കടയിൽ നിന്നൊക്കെ വാങ്ങിക്കണ വെളിച്ചെണ്ണയിൽ ചിലപ്പോൾ മിക്സ് ഒക്കെ ഉണ്ടാവും. അപ്പൊ മിക്സ് ഇല്ലാത്ത നല്ല വെളിച്ചെണ്ണ അല്ലെങ്കിൽ ഇങ്ങനത്തെ പ്യുവർ കോക്കനട്ട് ഓയിൽ ഉണ്ടല്ലോ, ഇത് നമ്മുടെ വെർജിൻ കോക്കനട്ട് ഓയിൽ. അപ്പൊ വെർജിൻ കോക്കനട്ട് ഓയിൽ ആണെങ്കിലും മതി. അപ്പൊ വെർജിൻ കോക്കനട്ട് ഓയിൽ നമ്മൾ ഇടയ്ക്ക് കിടക്കുന്നതിന് മുന്നേ, ഇടയ്ക്ക് നമുക്ക് എപ്പോഴാണോ സമയം കിട്ടുന്നത് കുറച്ചെടുത്തതിന് ശേഷം നമ്മുടെ കണ്ണിന് ചുറ്റും ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കുക. ഒരു 5 മിനിറ്റ് നേരം ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കുക. മസാജ് ചെയ്യുമ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക, നമ്മുടെ റിംഗ് ഫിംഗർ വെച്ചിട്ട് വേണം മസാജ് ചെയ്യാനായിട്ട്. അപ്പൊ ഐ മസാജും ഫേസ് മസാജും ഒക്കെ ചെയ്യണ ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു വീഡിയോ ഞാൻ മുന്നേ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് അത് ആർക്കെങ്കിലും കാണണം എന്നുണ്ടെങ്കിൽ കണ്ടു നോക്കുവാണെങ്കിൽ വളരെ ഉപകാരപ്പെടും. കാരണം ഫേസിന്റെ ഓരോ പാർട്ടും കൃത്യമായിട്ട് എങ്ങനെയാണ് മസാജ് ചെയ്യണേ എന്നുള്ളത് ഞാൻ ആ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതുപോലെ നമ്മുടെ വെളിച്ചെണ്ണ ഉപയോഗിച്ച് കണ്ണിന് ചുറ്റും മസാജ് ചെയ്യുന്നതും നമ്മുടെ കണ്ണിന്റെ അടിയിലെ കറുപ്പ് പോകാനും പഫ്നെസ് കുറയ്ക്കാനും ഒക്കെ വളരെയധികം നല്ലതാണ്. അപ്പോൾ ഇന്ന് ഞാനൊരു 4 കാര്യങ്ങൾ നിങ്ങളോട് ഞാൻ പറഞ്ഞു തന്നു അല്ലെ. അപ്പൊ ഇത് റെഗുലർ ആയിട്ട് നമ്മൾ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കണം, എങ്കിൽ മാത്രമേ നമുക്ക് റിസൾട്ട് കിട്ടത്തുള്ളൂ. മടി കൂടാതെ, ഇതൊന്നും നമുക്കൊരു ഭാരപ്പെട്ട പണിയൊന്നും അല്ല. നമുക്ക് ഏതെങ്കിലും സമയത്ത് എപ്പം വേണമെങ്കിലും നമുക്ക് എന്ത് ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്തും വേണമെങ്കിലും നമുക്ക് ചെയ്യാൻ പറ്റും. പക്ഷെ നമ്മൾ ചെയ്യണം എന്ന് മനസ്സ് വിചാരിക്കണം. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ ഇതൊന്നും ഉപയോഗിച്ചിട്ട് നമ്മുടെ ഐയുടെ പഫ്നെസ് മാറാതിരിക്കുവോ അല്ലെങ്കിൽ ഡാർക്ക്നെസ് കുറയാതിരിക്കുവോ അതുപോലെ തന്നെ നിൽക്കുവോ ഒക്കെ ചെയ്യുവാണെന്നുണ്ടെങ്കിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടെന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ ഡോക്ടറിനെ കാണാനായിട്ട് ശ്രമിക്കുക. ഡോക്ടറിനെ കണ്ട് അത് വേണ്ട രീതിക്ക് ട്രീറ്റ് ചെയ്ത് അതിന്റെ കൂടത്തില് ട്രീറ്റ് ചെയ്യുന്നതിന്റെ കൂടത്തില് നമ്മൾ ഈ ഹോം റെമഡീസും കൂടെ ഉപയോഗിക്കാനായിട്ട് ശ്രദ്ധിക്കുക. നമുക്ക് 100% തന്നെ റിസൾട്ട് കിട്ടും. അതുപോലെ തന്നെ വെള്ളം ധാരാളമായിട്ട് കുടിക്കാൻ ശ്രദ്ധിക്കുക. പിന്നെ ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ് ഒക്കെ നന്നായിട്ട് കഴിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അതുപോലെ ഉറക്കം നന്നായിട്ട് ശ്രദ്ധിക്കുക. സ്ട്രെസ് കുറയ്ക്കാനായിട്ടൊക്കെ ശ്രദ്ധിക്കുക. ടെൻഷനും കാര്യങ്ങളൊക്കെ കുറയ്ക്കാനായിട്ട്. അപ്പൊ നിങ്ങൾക്ക് എന്താണോ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് സന്തോഷം തരുന്ന കാര്യങ്ങൾ അത് നമ്മൾ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. സ്ട്രെസ് കുറച്ചിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോ ഇതായിരുന്നു ഇന്നത്തെ എന്റെ വീഡിയോ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ഒക്കെ ചെയ്യണേ. അപ്പൊ എല്ലാവരും എന്നും നല്ല ഹാപ്പി ആയിട്ടും നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടും ഒക്കെ ഇരിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ബൈ.